എല്ലാ കൂട്ടുകാർക്കും അഫ്സൽസ് ടോപ്പിക്കോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫിഷിനെ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. എല്ലാവരും ജാക്ക് ഫ്രൂട്ടിൻ്റെ ലീഫ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ലീഫിനെ നമുക്കൊരു ഫിഷ് ആക്കിയിട്ട് വരയ്ക്കാം. ഇതേ രീതിയിൽ വരയ്ക്കാം. പിന്നെ മുകളിൽ നിന്നുള്ള ലൈന് താഴേലേക്ക് ആ മൗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ജോയിൻ ചെയ്യുക. ഗിൽ കവർ വരയ്ക്കുക. ഗിൽ കവറിനോട് ചേർന്നിട്ട് കണ്ണ് വരയ്ക്കുക. പിന്നെ ഐബോളും വരയ്ക്കാം. അടുത്തതായി അതിൻ്റെ ഫിൻസ് വരയ്ക്കാം. ഫൈനൽ സ്പിൻസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ചിറക് ഇതേ രീതിയിൽ ഡിസൈൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. താഴെ അതിൻ്റെ ഗിൽ കവർ, മലയാളത്തിൽ ചെകിള എന്നൊക്കെ പറയുന്ന ഗിൽ കവർ വരച്ചു. മറ്റൊരു കുഞ്ഞു ഫിൻ, ചെറിയൊരു ഫിന്ന് ഇവിടെ ഇങ്ങനെ ഇതേ രീതിയിൽ കൊടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഫിന്നും കൊടുത്തു. പുറകിൽ വേറൊരു ഫിന്ന് കൊടുത്തു. അവിടെയും ചെറിയൊരു ഫിന്ന് കൊടുക്കാം. ടെയിൽ ഫിന്നാണ്. വലിയൊരു ടെയിൽ കൊടുക്കാം. കളർ ചെയ്യുമ്പോഴാണ് ഇത് ബ്യൂട്ടിഫുൾ ആവുന്നത്. നമ്മുടെ ഫിഷ് ഇനി കളർ ചെയ്യാനാണുള്ളത്. അതിനായി മുൻപത്തെ വീഡിയോ പോലെ തന്നെ അതിൻ്റെ എല്ലാ എഡ്ജുകളും ബ്ലാക്ക് കൊണ്ട് ഡാർക്കൻ ചെയ്യാം. ഇനി കളറിങ്ങിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ അതിൻ്റെ എഡ്ജസിൽ ഇതേ നമ്മൾ പെൻസിലിൽ ഷെയ്ഡ് ചെയ്ത മാതിരി ഇതേ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. മിഡിൽ പാർട്ട് അവിടെ ബ്ലാങ്ക് ആക്കി വെക്കുക, വൈറ്റ് ആയിക്കോട്ടെ. പിന്നെ മൗത്തും അതിൻ്റെ ഗ്രില്ലിൻ്റെ സൈഡിലായിട്ട് ഇതേ രീതിയിൽ ഗ്രീൻ കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. അടുത്തത് പുറകിൽ ടെയിലിലേക്കാണ് പോകുന്നത്. അവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീനാണ്. ആദ്യം ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഇതേ രീതിയിൽ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഡാർക്ക് ഗ്രീന് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഷെയ്ഡ് ചെയ്യുക. അതൊരു കളർഫുൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുക്കേണ്ടത് യെല്ലോ ആണ്. യെല്ലോ എല്ലാ ഫിന്നിലും ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു കളർ വരുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് എൻഡിലായിട്ട് ഓറഞ്ച് ഇതേ രീതിയിൽ കൊടുക്കാം. എല്ലാ ഫിന്നിൻ്റെ സൈഡിലായിട്ടും ഓറഞ്ച് കൊടുത്തു.
കളർ മിക്സിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നത്. പിന്നെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ പാറ്റേൺ ഇങ്ങനെ മാറി 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 കിട്ടും. അടുത്തത് ഐബോൾസിലാണ്. ഐബോൾസിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ കൊടുത്തു. ബ്ലാക്ക് കളർ എടുത്ത് ഇതേ രീതിയിൽ അതിൻ്റെ സെപ്പറേഷൻ ലൈനെ പോലെ അതിൻ്റെ എല്ലാ ഭാഗത്തും ഫിന്നുകളിലൊക്കെ ഇതേ രീതിയിൽ കൊടുക്കാം. ഒരു സെപ്പറേഷൻ ലൈൻ പോലെ ഇതേ രീതിയിൽ കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയാവും. നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അക്വേറിയം ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലോങ് ലീഫ് വരച്ച് കൊടുക്കാം. സ്വീ വീഡ് വരച്ച് കൊടുക്കാം. സ്വീ വീഡിൻ്റെ കൂടെ തന്നെ ഒരു വാട്ടർ പ്ലാന്റ്, അത് ഓപ്ഷനിലാണ്. ഇതേ രീതിയിൽ ഒരു ലോങ് ലീഫാണത്. ഞാനതിൻ്റെ കളർ എടുത്തത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനുമാണ്. ഡാർക്ക് ഗ്രീൻ അതിൻ്റെ പുറകിലായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഈ പ്ലാന്റിന് ഷെല്ലിന് ഞാൻ കൊടുത്തിരിക്കുന്നത് പേർപ്പിൾ കളറാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. മാത്രമല്ല എല്ലാ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.